ഇതിൽ ഈ രക്ഷാദൗത്യത്തിന് അതിൻ്റെ ഇപ്പോൾ ആർമിയും കരസേന അവിടെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്നുണ്ട്. അടിയന്തരമായി ആർമിയുടെ സഹായവും അവിടെ ലഭ്യമായിട്ടുണ്ട്. അന്വേഷണത്തിന് വേണ്ടുന്ന സംഘങ്ങൾ അവിടെ ഇതിനോടകം ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ്റെ നിർദ്ദേശപ്രകാരമുള്ള അവരുടെ ജോലികൾ അവിടെ തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ ഡോക്ടേഴ്സ് ഉൾപ്പെടെ ആരോഗ്യ വിദഗ്ധരുടെ സേവനം അഹമ്മദാബാദിലേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ എത്തിയിരുന്നു. അവിടുത്തെ പ്രധാനപ്പെട്ട മുഴുവൻ ആശുപത്രികളിലെയും ഡോക്ടേഴ്സിനെയും ഹെൽത്ത് സ്റ്റാഫിനെ അവിടെ വിന്യസിച്ചിരുന്നു. ആംബുലൻസുകൾ പരമാവധി അഹമ്മദാബാദ് സിറ്റിയിലുണ്ടായിരുന്ന പരമാവധി ആംബുലൻസുകൾ അവിടെ കൊണ്ടുവന്നിരുന്നു. അഗ്നിശമന സേനാ വിഭാഗങ്ങളുടെ മുഴുവൻ യൂണിറ്റുകളും അവിടെ എത്തിച്ചിരുന്നു. അമിത്ഷായുടെ നേതൃത്വത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടേക്ക് ഉടൻ എത്തുന്നുണ്ട്. കേന്ദ്ര വ്യോമയാന മന്ത്രി വിജയവാഡയിലായിരുന്നു. വിജയവാഡയിൽ നിന്ന് അദ്ദേഹം അഹമ്മദാബാദിലേക്ക് തിരിച്ചിട്ടുണ്ട്. മറ്റു മന്ത്രിമാരുണ്ട്, സംസ്ഥാന മന്ത്രിമാരുണ്ട്, മുഖ്യമന്ത്രിയുണ്ട്. അപ്പോൾ അവിടെ ഈ തരത്തിൽ അതുപോലെ തന്നെ വ്യോമസേന വേണമെങ്കിൽ അവരുടെ സൗകര്യങ്ങൾ നൽകാമെന്ന് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. അത്തരം ക്രമീകരണങ്ങളൊക്കെ അവിടെ ഉറപ്പാക്കിയിരുന്നു. ഇതിന് തൊട്ട് പിന്നാലെ പക്ഷേ ഗുരുതരമായി പരിക്കേറ്റ അങ്ങേയറ്റം ഗുരുതരാവസ്ഥയിലുള്ള, അതായത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ അറിയാം, ഈ വിമാനം പറന്നുയർന്ന് അത് പിന്നീട് നമ്മൾ കാണുന്നത് ഒരു കെട്ടിടത്തിന് മുകളിലൂടെ പറക്കുന്നു. പിന്നീട് ഒരു അഗ്നിഗോളമായി അത് ചിതറുന്നതാണ്. അപ്പോൾ ആ വിമാനത്തിൽ ആ സമയത്തുണ്ടായിരുന്ന ആളുകൾക്ക് അതിഗുരുതരമായ പരിക്ക് ഏറ്റിട്ടുണ്ട്. ഒരുപക്ഷെ നമുക്ക് നൽകാൻ കഴിയാത്ത ദൃശ്യങ്ങളാണ് പലതും. കത്തിക്കരിഞ്ഞ ശരീരഭാഗങ്ങളും ഒക്കെ നമുക്ക് ഒരുപക്ഷെ നോക്കാൻ കഴിയാത്ത, ഒരു തവണ പോലും അതിലേക്ക് നോക്കാൻ കഴിയാത്ത അത്രയും ഭയപ്പെടുത്തുന്ന ഹൃദയഭേദകമായ ദൃശ്യങ്ങളാണ് അവിടെ നിന്ന് വാർത്താ ഏജൻസികളും മാധ്യമങ്ങൾക്കുമൊക്കെ അവരൊക്കെ നൽകുന്ന അങ്ങേയറ്റം ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ വേദനാജനകമായ ഹൃദയഭേദകമായ ദൃശ്യങ്ങളാണ് അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ആ വിമാനത്തിലുണ്ടായിരുന്ന ആളുകളുടെ അവസ്ഥ അത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. തന്നെയുമല്ല ഉന്മേഷം, ഈ വിമാനത്തിൻ്റെ ഇന്ധന ടാങ്ക് ഫുള്ളായിരുന്നു. വിജയകുമാർ ഇടപെട്ട ഒരു കാര്യം ചോദിച്ചുകൊള്ളട്ടെ. ഇപ്പോൾ ഈ AP-യുടെ ആ ഒരു അറിയിപ്പ് കൂടി വന്നതിന് തൊട്ട് പിന്നാലെ ഈ മരണസംഖ്യ ആ വിമാനത്തിലുണ്ടായിരുന്ന ആളുകൾ മുഴുവൻ മരിച്ചു എന്നുള്ള തരത്തിൽ ഉള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. ദേശീയ മാധ്യമങ്ങളൊക്കെ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ വിജയകുമാർ? അല്ല, ഈ ദേശീയ മാധ്യമങ്ങളെ എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് അഹമ്മദാബാദ് സിറ്റി പോലീസ് കമ്മീഷണറാണ്. അഹമ്മദാബാദ് സിറ്റി പോലീസ് കമ്മീഷണറെ കോട്ട് ചെയ്തിട്ടാണ് ഈ വിവരം നൽകുന്നത്. ആരും രക്ഷപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നത് അഹമ്മദാബാദ് സിറ്റി പോലീസ് കമ്മീഷണറാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞാൽ അഹമ്മദാബാദ് സിറ്റി പോലീസ് കമ്മീഷണർ ഈ അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിനോടും പിന്നീട് അസോസിയേറ്റഡ് പ്രസിനോടുമാണ് ഇക്കാര്യം അറിയിച്ചത്. ആരും രക്ഷപ്പെട്ടിട്ടുണ്ടാകില്ല, പരിക്കേറ്റവരാരും സർവൈവ് ചെയ്യില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ കോട്ട് ചെയ്ത് തന്നെയാണ് മുഴുവൻ മാധ്യമങ്ങളും. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് അജീഷ് ജയകുമാർ കൂടി അക്കാര്യം അറിയിക്കുന്നു. മുഴുവൻ പേരും വിമാനത്തിലുണ്ടായിരുന്ന അത് തന്നെയാണ് ഉന്മേഷ്. അതിപ്പോൾ ഇതിനൊരു ഔദ്യോഗിക സ്ഥിരീകരണം വേണ്ടത് ഒരു പക്ഷേ ആശുപത്രിയിൽ നിന്നൊക്കെ ആകാം. ഏതായാലും അഹമ്മദാബാദ് സിറ്റി പോലീസ് കമ്മീഷണർ എന്ന് പറയുന്ന അഹമ്മദാബാദിൻ്റെയും ക്രമസമാധാന ചുമതലയുള്ള ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ തന്നെയാണ്. അദ്ദേഹത്തിന് ഔദ്യോഗികമായി കിട്ടിയ വിവരങ്ങളാണ് ഈ റോയിട്ടേഴ്സിനോട് പങ്കുവച്ചിരിക്കുന്നത്. വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിനോട്. ഒരു നിമിഷം വിജയകുമാർ, ഒരു നിമിഷം. അച്യുതൻ കൂടി ഇപ്പോൾ ചേരുന്നുണ്ട്. അച്യുതൻ, അങ്ങനെ ഈ അഹമ്മദാബാദ് സിറ്റി പോലീസ് കമ്മീഷണറിൽ നിന്ന് ലഭ്യമായ വിവരങ്ങൾ വെച്ചിട്ടാണ് ഇപ്പോൾ ഈ വാർത്ത വരുന്നത്. അങ്ങനെ ഈ വിമാനത്തിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളും മരിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അച്യുതൻ. ഉന്മേഷ്, അല്പം മുൻപാണ് ഈ വാർത്താ ഏജൻസികൾ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നത്. അതായത് ഈ പോലീസ് ഒഫീഷ്യൽസ് ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിരിക്കുന്നത് ഈ മുഴുവൻ യാത്രക്കാരും ക്രൂ മെമ്പേഴ്സും ഈ അപകടത്തിൽ മരിച്ചു, അവർ രക്ഷപ്പെട്ടിട്ടില്ല എന്ന തരത്തിൽ അറിയിച്ചതായി ഈ വാർത്താ ഏജൻസികൾ അല്പം മുൻപ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റോയിറ്റേഴ്സും അതുപോലെ തന്നെ അസോസിയേറ്റ് പ്രസ് ഉൾപ്പെടെയുള്ള വാർത്താ ഏജൻസികളാണ് അക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ പുറത്തുവരുന്ന ചില വിവരങ്ങൾ എന്നുള്ളത് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്ന മുഴുവൻ പേർ മരിച്ചതായി ഈ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചു എന്ന തരത്തിലാണ്. അതായത് പരിക്കേറ്റവർ പോലും രക്ഷപ്പെടാനുള്ള സാധ്യതയില്ല എന്ന തരത്തിലാണ് ആ പ്രതികരണങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതായത് ഏതാണ്ട് 90% പരിക്കേറ്റവരാണ്, 90% പൊള്ളലേറ്റവർ ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഇതിലൊരു രക്ഷപ്പെടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് എന്ന തരത്തിലാണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഇത് സംബന്ധിച്ചൊരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിൽ ഏറ്റവും
പ്രധാനപ്പെട്ട വിവരം. കാരണം വാർത്താ ഏജൻസികൾ, അന്തർദേശീയ വാർത്താ ഏജൻസികൾ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. അവർ സ്ഥിരീകരിക്കുന്നത് പോലീസ് വൃത്തങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ പോലീസ് തന്നെ ഇക്കാര്യം നേരിട്ട് അറിയിച്ചു എന്ന തരത്തിലാണ് ഇക്കാര്യം അറിയിക്കുക. അതായത് സിറ്റി പോലീസ് മേധാവി തന്നെ ഇക്കാര്യം അറിയിച്ചു എന്നാണ് അസോസിയേറ്റ് പ്രസ്സും ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അഹമ്മദാബാദ് പോലീസ് ഇക്കാര്യം സ്ഥിരീകരിക്കുന്നു. മുഴുവൻ യാത്രക്കാരും ക്രൂ മെമ്പേഴ്സും ഈ അപകടത്തിൽ മരിച്ചതായാണ് ആ വിവരം പങ്കുവയ്ക്കുന്നത്. പരിക്കേറ്റവർ പോലും രക്ഷപ്പെടാൻ ഉള്ള സാധ്യതയില്ല എന്ന തരത്തിൽ പ്രതീക്ഷ, പൂർണ്ണമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള ആ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ഈ വിവരങ്ങൾ പുറത്തുവരുന്നത് എന്നതാണ്. കാരണം പരിക്കേറ്റ നിരവധി പേരെ ഇത്തരത്തിൽ അഹമ്മദാബാദ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇതിൽ മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിട്ടുള്ള വിജയ് രൂപാണി ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. എന്തായാലും അതുമായി സംബന്ധിച്ചുള്ള സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു. വിജയ് രൂപാണിയുടെ വസതിയിൽ ഇതിനോടകം തന്നെ ആളുകൾ എത്തിച്ചേർന്നിട്ടുമുണ്ട്. എന്തായാലും ഈ നിലവിൽ ഈ പോലീസ് പങ്കുവയ്ക്കുന്ന വിവരപ്രകാരം, അഹമ്മദാബാദ് പോലീസ് പങ്കുവയ്ക്കുന്ന വിവരപ്രകാരം മുഴുവൻ പേരും മരിച്ചതായാണ് പറയുന്നത്. ഇത് വാർത്താ ഏജൻസികൾ, റോയിറ്റേഴ്സും അസോസിയേറ്റഡ് പ്രസ് ഉൾപ്പെടെയുള്ള അന്തർദേശീയ വാർത്താ ഏജൻസികൾ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്നുള്ളത്, ഈ വിമാനം ഇടിച്ചിറങ്ങിയത് ജനവാസ മേഖലയിലാണ്. 2 കെട്ടിടങ്ങളെയാണ് ഇത് സാരമായി ബാധിച്ചിരിക്കുന്നത്. 2 ഡോക്ടർമാരുടെ ഹോസ്റ്റലിന്റെ 2 പ്രധാന കെട്ടിടങ്ങളെ ബാധിച്ചിട്ടുണ്ട്. അതിൽ ഒരു കെട്ടിടം ഇത്തരത്തിൽ സാരമായ നാശനഷ്ടങ്ങൾ കെട്ടിടത്തിൽ ഉണ്ടായി. 5 വിദ്യാർത്ഥികൾ മരിച്ചതായും ഉള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അപ്പോൾ അത്തരം കാഷ്വാലിറ്റീസ് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത കൂടി ഈ ഘട്ടത്തിൽ വരേണ്ടതുണ്ട്. കാരണം ജനവാസ മേഖലയിലേക്ക് സ്വാഭാവികമായും ഒരു വിമാനം ഇടിച്ചിറങ്ങുകയും അത് ഇത്തരത്തിലൊരു തീഗോളമായി മാറുമ്പോൾ അവിടെ എന്തൊക്കെ തരത്തിലുള്ള ആളപായം സൃഷ്ടിച്ചിരിക്കും എന്ന സംബന്ധിച്ചുള്ള ആശങ്കകൾ നിലനിൽക്കുന്നു. ഈ അപകടമുണ്ടായതിനു പിന്നാലെ അത്തരമൊരു ചോദ്യങ്ങൾ തന്നെയാണ് ഉയർന്നത്. ആ ഹോസ്റ്റൽ കെട്ടിടം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ഒപ്പം ഈ വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയർ ഉൾപ്പെടെ ഈ ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ ഉള്ളിലാണ് അത് കണ്ടെത്തി. അപ്പോൾ ആ ഒരു സാഹചര്യം കൂടി ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ നിൽക്കുന്നു. അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള ഒരു സ്ഥിരീകരണം കൂടി ഈ മണിക്കൂറിൽ അനിവാര്യമാണ്. വിജയകുമാർ ആർ അച്യുതനാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ വിമാനത്തിലുണ്ടായിരുന്ന മുഴുവൻ പേരും മരിച്ചു എന്ന തരത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. 242 യാത്രക്കാരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. വിജയകുമാർ ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. വിജയകുമാർ, അപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയ ഇക്കാര്യം അത് ഔദ്യോഗിക സ്ഥിരീകരണം പോലെ ഇപ്പോൾ റിപ്പോർട്ടായി വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇത് രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ വലിയ വിമാനാപകടമായി മാറുകയാണല്ലോ വിജയകുമാർ. ഉന്മേഷ്, ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിമാന ദുരന്തങ്ങളിൽ ഒന്നായി അഹമ്മദാബാദിലെ ഈ അപകടം മാറുകയാണ്. ഇപ്പോൾ അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളും അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ഈ ഇന്ത്യയിലെ വിമാന ദുരന്തത്തിൽ മുഴുവൻ യാത്രക്കാർ മരിച്ചു എന്ന് അഹമ്മദാബാദ് സിറ്റി പോലീസ് കമ്മീഷണറെ കോട്ട് ചെയ്ത് വാർത്ത നൽകുന്നുണ്ട്. അസോസിയേറ്റ് പ്രസ്, AP-യും അതുപോലെ തന്നെ റോയിട്ടേഴ്സും ആ വാർത്തയാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആരും ഈ പരിക്കേറ്റ ഏതാണ്ട് അപകട സമയത്ത് തന്നെ ചില ദൃക്സാക്ഷികൾ പറയുന്നത് അതിലൊരു 20ഓ 22ഓ ആളുകൾക്ക് മാത്രമേ ആ സമയത്ത് പരിക്കുകളോടെ അവരെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞിരുന്നു. ബാക്കിയുള്ളവരൊക്കെ ഈ അപകട സമയത്ത് തന്നെ അവിടെ വെച്ച് തന്നെ അവർക്ക് ജീവൻ നഷ്ടമായിരുന്നു എന്ന് ഈ ദൃക്സാക്ഷികൾ പറഞ്ഞതായി ചില വാർത്താ ഏജൻസികൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. 13 പേരോ 17 പേരോ ഒക്കെ ആശുപത്രിയിൽ എത്തുന്ന സമയത്ത് അവർക്ക് ജീവൻ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തന്നെ പറയുന്നുണ്ട്. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പുള്ള വിവരങ്ങളാണത്. പക്ഷേ അക്കാര്യത്തിലൊക്കെ ഒരു സ്ഥിരീകരണം ഉണ്ടാകേണ്ടത് ആശുപത്രിയിൽ നിന്നൊക്കെ ആയതുകൊണ്ടാണ് പിന്നീട് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണറാണ് ഇക്കാര്യം അറിയിക്കുന്നത്. ആ വിമാനത്തിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളും മരിച്ചു എന്ന വിവരം സിറ്റി പോലീസ് കമ്മീഷണറാണ് പറയുന്നത്. ഇപ്പോൾ അവിടെ ആർമി ആ സ്പോട്ടിൽ, അതായത് ഈ അപകടം സംഭവിച്ച മേഖലയിൽ കരസേനയുടെ ഒരു സംഘം എത്തി തുടർ പരിശോധനകളുമൊക്കെ നടത്തുന്നുണ്ട്.